അടിമ തിന്മയിൽ മുഴുകുമ്പോൾ, ഒരു സമൂഹം തിന്മയിലായി കഴിഞ്ഞാൽ അവരുടെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പാപങ്ങളുടെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അത് പറയുന്നിടത്ത് അടുത്തത് അൽ മആസി സബബു ഇളആഫി സൈരിൽ ഖൽബി ഇലല്ലാഹ്. അല്ലാഹുവിലേക്കുള്ള ഖൽബിന്റെ യാത്ര അതിനെ ദുർബലപ്പെടുത്തും പാപങ്ങൾ. ഒരടിമയുടെ ഖൽബിന്റെ അല്ലാഹുവിലേക്കുള്ള യാത്രയെ അതിനെ ദുർബലപ്പെടുത്തും. കാരണം ഓരോ മനുഷ്യനും അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അള്ളാഹുലേക്കുള്ള യാത്ര അടിമകളെ രണ്ട് തരത്തിലുണ്ടാവുക. ഒന്ന് ശരീരം കൊണ്ടുണ്ടാവും, രണ്ട് ഖൽബ് കൊണ്ടുണ്ടാവും. ശരീരം കൊണ്ടുള്ള യാത്ര നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ്. അതിനുശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നെത്തുന്ന മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്ന ആ അവസ്ഥ വരെ അള്ളാഹുലേക്കുള്ള യാത്രയാണ്. ഖൽബ് കൊണ്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുന്നതിലൂടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ, അവൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി കാണിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഖൽബ് കൊണ്ടുള്ള യാത്ര. അപ്പൊ ആ ഖൽബ് കൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമായി എന്തു മാറും? പാപങ്ങൾ മാറും. അവന് പിന്നീട് ഒരു കാലടിപ്പാട് പോലും, ഒരു അടി പോലും മുന്നോട്ട് എടുത്തു വെക്കാൻ സാധിക്കാത്ത രീതിയിൽ ആയി മാറും. فالذنب يحجب الواصل ويقطع السائر وينكس الطالب. ആ പാപങ്ങൾ ആ യാത്രയെ തടയും, അത് ചെന്നെത്തുന്നതിനെ തടയും, യാത്രക്കാരനെ തടസ്സപ്പെടുത്തും. فالقلب انما يسير الى الله بقوته. ഖൽബ് അല്ലാഹുവിലേക്ക് പോകുന്നത് അതിന്റെ ശക്തി കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്. فاذا مرض بالذنوب ضعفت تلك القوه التي تسيره. ഖൽബിന് രോഗം ബാധിച്ചാലോ? പാപങ്ങൾ എന്താണ്? ഖൽബിന്റെ രോഗമാണ്. അത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ആ യാത്ര ചെയ്യാനുള്ള ശക്തി ഒരാളുടെ ഖൽബിന് ഉണ്ടാവില്ല. പിന്നീട് അത് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫദ്ദംബു ഇമ്മാ അൻ യുമീതൽ ഖൽബ് ഔ യുംറിദഹു മർദൻ മുഖവ്വിഫൻ. ഒന്നെങ്കിൽ പാപങ്ങൾ ഖൽബിനെ കൊന്നുകളയും, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു രോഗം അതിനുണ്ടാക്കും. ഔ യുദ്ഇഫ ഖുവ്വതഹു, അല്ലെങ്കിൽ ഖൽബിന്റെ ശക്തിയെ ദുർബലപ്പെടുത്തും. പാപങ്ങൾ അളവനുസരിച്ചിട്ട് മാറും. പാപം എത്ര തീവ്രമായതാണോ അതിനനുസരിച്ച് അതിന്റെ അനന്തര ഫലങ്ങൾ മാറും. വലാ ബുദ്ദ ഹത്താ യൻതഹിയ ളഅഫുഹു ഇലൽ അശ്യാഇ الثمانية التي استعاذ منها النبي صلى الله عليه وسلم. എത്രത്തോളം ദുർബലമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയിരുന്ന 8 കാര്യങ്ങൾ, ആ 8 കാര്യങ്ങൾ ഖൽബിനെ ബാധിക്കുന്ന അവസ്ഥ വരെ അത് ദുർബലമാകും. ഏതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്ന 8 കാര്യങ്ങൾ? ഈ 8 കാര്യങ്ങളെ പണ്ഡിതന്മാർ മവാനിഉൽ ഖൈർ എന്നാണ് പറയാറുള്ളത്, നന്മയെ തടയുന്ന കാര്യങ്ങൾ. ഏതെല്ലാമാണത്? അൽ ഹമ്മു വൽ ഹസനു വൽ അജ്സു വൽ കസലു വൽ ജുബ്നു വൽ ബുഖ്ലു വദലഉദ്ദൈനി വഗലബത്തിദ്ദിജാൽ. ഇത് രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയിരുന്നതായി ഇമാം നവവി അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാറിലെല്ലാം കൊടുത്ത് കാണാം. അതല്ലാതെയും തേടാനുള്ളതാണ് ഈ 8 കാര്യത്തിൽ നിന്നുള്ള രക്ഷ. എന്താണ് ഈ 8 കാര്യങ്ങൾ? ഫൽഹമ്മു വൽ ഹസനു ഖരീനാൻ. ഇബ്നു ഖയ്യിം പറയുകയാണ്, ഹമ്മും ഹസനും ഖരീനാനാണ്, ഒരുമിച്ചുള്ള ജോഡികളാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൈനൽ മക്റൂഹൽ വാരിദ അൽ ഖൽബ് ഇൻ കാന മിൻ അംരി മുസ്തഖ്ബിലിൻ യതവഖഹു അഹ്ദസൽ ഹം. വരാൻ പോകുന്ന ഒരു കാലത്തിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരുത്തൻ അവന്റെ ചിന്ത മാറുമ്പോൾ, അവന് പേടിയുണ്ടാകുമ്പോൾ അതിനാണ് ഹമ്മ് എന്ന് പറയുക.
ഭാവിയിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ബേജാറാകുന്നതിനാണ് ഹമ്മ് എന്ന് പറയുക. വഇൻ കാന മിൻ അംരിൻ മാദിൻ ഖദ് വഖഅ, ഇനിയൊരു കാര്യം കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയതാണ് എങ്കിൽ അഹ്ദത്തൽ ഹുസൻ, അതിനെ കുറിച്ചിട്ട് എന്താ ഉണ്ടാവുക? ഹസനാണ് ഉണ്ടാവുക, ദുഃഖമാണ് ഉണ്ടാവുക. അപ്പൊ ഹമ്മും ഹസനും പറഞ്ഞാൽ ഹമ്മ് വരാൻ പോകുന്ന കാലത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടുള്ള ദുഃഖം. വൽ അജ്സു വൽ കസൽ, അജ്സ് എന്ന് പറഞ്ഞാൽ ദുർബലത, കസൽ എന്ന് പറഞ്ഞാൽ മടി. അതും ഖരീനാൻ, അതും ജോഡികളാണ്. എങ്ങനെ? വഇൻ തഖല്ലഫൽ അബ്ദു അൻ അസ്ബാബിൽ ഖൈർ വൽ ഫലാഹ് ഇൻ കാന ലിഅദമി ഖുദ്റതിഹി ഫഹുവൽ അജ്സ്. ഒരടിമ അവന് വിജയത്തിന്റെയും ഖൈറിന്റെയും എല്ലാം മാർഗത്തിലേക്ക് അവന് കഴിവില്ലാത്തത് കൊണ്ട്, അവന് ശരീരം കൊണ്ടൊന്നും ശേഷിയില്ലാതെ അതിൽ നിന്ന് പിന്നോട്ട് വലിയുമ്പോൾ അതിനെന്ത് പറയും? അജ്സ് എന്ന് പറയും, ദുർബലത എന്ന് പറയും. വഇൻ കാന ലിഅദമി ഇറാദതിഹി ഫഹുവൽ കസൽ, അവന് കഴിവുണ്ട്, ശക്തിയുണ്ട്, പക്ഷെ അവനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശമില്ല, താല്പര്യമില്ല, ഒരു ഉദ്ദേശമില്ലാതെ ആവുമ്പോൾ അതിന് മടി എന്ന് പറയും. രണ്ടും ദുർബലതയാണ്. ഒന്ന് ശരീരത്തിന്റെ ദുർബലതയ്ക്ക് അജ്സ് എന്ന് പറയും, മനസ്സിന്റെ ദുർബലതയ്ക്ക്, ഉദ്ദേശമില്ലാതെ വരുന്ന ദുർബലതയ്ക്ക് കസൽ, മടി എന്നും പറയും. അടുത്തത് വൽ ജുബ്നു വൽ ബുഖ്ലു ഖരീനാൻ. ജുബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീരുത്വം, ബുഖ്ല് എന്ന് പറഞ്ഞാൽ പിശുക്ക്. ഇതും രണ്ടും ജോഡികളാണ്. ഫൈൻ അദമൻ നഫ്ഉ മിൻഹു ഇൻ കാന ബിബദനിഹി ഫഹുവൽ ജുബ്ൻ. അവന് അവന്റെ സ്വന്തത്തിൽ ഉണ്ടാക്കേണ്ട നന്മ അത് അവന്റെ ശരീരത്തിന്റെ ഒരു ദുർബലത കൊണ്ടാണെങ്കിൽ അത് ജുബ്നാണ്, ഭീരത്താണ്. അവനൊരു നന്മ ഉണ്ടാക്കണം, പക്ഷെ ആ നന്മയിൽ മുന്നേറാൻ അവന് സാധിക്കുന്നില്ല, അവന് ഭയമാണ്, അത് ഭീരുത്വമാണ്. വഇൻ കാന ബിമാലിഹി ഫഹുവൽ ബുഖ്ൽ. അവന്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാണ് അവൻ ആ ഖൈർ നേടേണ്ടത്, പക്ഷെ അതിന് സാധിക്കാതെ പണം പിടിച്ചു വെക്കുകയാണെങ്കിൽ അത് പിശുക്ക് എന്ന് പറയും. അതായത് ജുബ്ന എന്ന ഭീരുത്വം, ബുഖ്ല് പിശുക്ക്. അവസാനത്തേത് കടബാധ്യത, താങ്ങാൻ പറ്റാത്ത കടബാധ്യത, അതുപോലെ തന്നെ ആളുകൾ നമ്മുടെ മേലെ അധികാരപ്പെടുത്തുന്നത്, ഇത് രണ്ടും ജോഡികളാണ്. എങ്ങനെ? ഒരാൾ നമ്മുടെ മേലെ അധികാരപ്പെടുത്തുകയാണ്, അത് ഹക്കായ രീതിയിലാണെങ്കിൽ അത് കടബാധ്യത കൊണ്ടാണ്. നമ്മൾ ഒരാളോട് കടബാധ്യത ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ മേലെ ഒരു അധികാരമുള്ള പോലെ ഇരിക്കും, അയാളുടെ മുമ്പിൽ നമ്മളൊന്ന് താഴ്ന്നു നിൽക്കേണ്ടി വരും. ഇനി ബാത്തിലായ രീതിയിലാണ് ഒരാൾ നമ്മെ കീഴ്പ്പെടുത്തുന്നെങ്കിലോ അധികാരപ്പെടുത്തുന്നെങ്കിലോ, തെറ്റായ രീതിയിലാണെങ്കിലോ, അതാണ് ഖഹ്രി ദിജാൽ, ആളുകൾ നമ്മുടെ മേലെ അധികാരപ്പെടുത്തുക എന്ന് പറയുന്നത്. മൊത്തത്തിൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ നന്മ തടയുന്ന കാര്യങ്ങൾ, ഈ എട്ടെണ്ണത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു നന്മയിൽ മുന്നേറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. അപ്പൊ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ബാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്ന മറ്റു കാര്യങ്ങളും, ജഹ്ദുൽ ബലാ വദർകി ശഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അദാ, കഠിനമായ പരീക്ഷണങ്ങൾ, ദൗർഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ മോശപ്പെട്ട ഖളാഉകൾ, ശത്രുക്കൾ നമ്മുടെ മേലെ സന്തോഷിക്കുന്നത്, അതുപോലെ നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നത്, ആഫിയത്തുകൾ മാറുന്നത്, പെട്ടെന്നുണ്ടാകുന്ന ശിക്ഷകൾ, അള്ളാഹുവിന്റെ കോപം, ഇതെല്ലാം തിന്മകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ തിന്മകൾ കൊണ്ട് ഒരാൾക്ക് സംഭവിക്കുകയും പിന്നീട് അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകും. അൽ മആസി തുസീലു നിഅം വതുഹില്ലു നിഖം. അടുത്തത് പറയുന്നത് തിന്മകൾ നിഅമത്തുകളെ ഇല്ലാതാക്കി കളയും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ നിർബന്ധമാക്കുകയും ചെയ്യും. ഇബ്നു ഖയ്യിം പറയാണ്, ഫമാ സാലത് അനിൽ അബ്ദി നിഅമത്തുൻ ഇല്ലാ ബിദംബിൻ വലാ ഹല്ലത് ബിഹി നിഖമത്തുൻ ഇല്ലാ ബിദംബിൻ. ഒരു അടിമയുടെ മേലെ തിന്മകൾ നീങ്ങിപ്പോകുന്നു എന്നുള്ളത്, അഥവാ നിഅമത്തുകൾ നിലനിൽക്കുന്നു എന്നുള്ളത് അവൻ തിന്മ ഒഴിവാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരടിമയുടെ മേലെ മുഴുവൻ കുഴപ്പങ്ങളും ശിക്ഷകളും സംഭവിക്കുന്നു എന്നത് അവൻ തിന്മ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അനന്തരഫലമാണ്. വലാ റുഫിഅ ബലാഉൻ ഇല്ലാ ബിതൗബത്തിൻ. ഒരു ബലാ ഒരു അടിമക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തപ്പെടുന്നത് തൗബ കൊണ്ട് മാത്രമാണ്. കമാ ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ വലാ റുഫിഅ ബലാഉൻ ഇല്ലാ ബിതൗബത്തിൻ. ഒരാൾക്കൊരു ബലാ ബാധിക്കുന്നില്ല തിന്മ കൊണ്ടല്ലാതെ, ആ ബലാ നീങ്ങുന്നില്ല തൗബ കൊണ്ടല്ലാതെ. അതായത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം അധികവും തിന്മകളായിരിക്കും.
ചിലപ്പോൾ ഒരു അടിമയുടെ ദറജ ഉയർത്താനുള്ള പരീക്ഷണമായിട്ട് വരും. പക്ഷെ അത് വന്നാൽ തന്നെയും അവനതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. അവൻ അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള മാർഗമായിട്ടാണ് തോന്നുക. പക്ഷെ അതല്ലാതെ വരുന്ന പല ബലാകളുടെയും കാരണം തിന്മകളാണ്. പക്ഷെ നമുക്ക് അറിയുന്നുണ്ടാവില്ല അത് ഈ ഇന്ന തിന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തിന്മയാണെന്ന് നമുക്ക് അറിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, ഒരടിമയ്ക്ക് നിഅമത്ത് കൊണ്ടുള്ള അവസ്ഥ അത് അള്ളാഹു മാറ്റുക അവന്റെ ഭാഗത്ത് നിന്ന് തിന്മയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു തആല പറഞ്ഞു, ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ. അള്ളാഹു ഒരു ഖൗമിന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ അള്ളാഹു മാറ്റുന്നവനല്ല. ഏതുവരെ? അവരവരുടെ സ്വന്തത്തിൽ മാറ്റം വരുത്തുന്നത് വരെ. അവരവരുടെ സ്വന്തത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥയുണ്ടായോ അവരുടെ മേലുള്ള നിഅമത്തും അള്ളാഹു നീക്കും. ഏതൊരു തിന്മയാണ് അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കാണുന്നുണ്ടെങ്കിൽ കാഴ്ച എന്നുള്ള നിഅമത്ത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഹറാമ് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾവി എന്നുള്ള നിഅമത്ത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഹറാമ് തൊടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പ്രവർത്തിക്കുന്നതുകൊണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൈ മുന്തുന്നില്ല. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള സ്ട്രോക്കോ അല്ലെങ്കിൽ വാദമോ അങ്ങനെ പലതും പറഞ്ഞിട്ട് ശരീരം ചലിപ്പിക്കാൻ പറ്റാത്ത, അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ കയ്യോ കാലോ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം എന്താണ്? നമ്മൾ നിഅമത്ത് കൊണ്ടാ ചെയ്യുന്നത്. ആ നിഅമത്ത് നൽകിയവന് അതുകൊണ്ട് നന്ദികേട് കാണിക്കുമ്പോൾ, തിന്മ ചെയ്യുമ്പോൾ അതില്ലാതാക്കാൻ എളുപ്പമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രീതിയാണ്, ഒരടിമ തിന്മയിൽ മുഴുകുമ്പോൾ, ഒരു സമൂഹം തിന്മയിലായി കഴിഞ്ഞാൽ അവരുടെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും. ഇബ്നു ഖയ്യിം പറയുന്നു, ഫഅഖ്ബറ അല്ലാഹു തആല അന്നഹു ലാ യുഗയ്യിറു നിഅമതഹു അല്ലതി അൻഅമ ബിഹാ അലാ അഹദിൻ ഹത്താ യകൂന ഹുവല്ലദീ യുഗയ്യിറു മാ ബിനഫ്സി. ഒരാൾ അവന്റെ സ്വന്തത്തിൽ മാറ്റം വരുത്തിയാലല്ലാതെ അള്ളാഹു അവന്റെ മേലെയുള്ള നിഅമത്തുകൾ മാറ്റില്ല. അഥവാ അവൻ തിന്മയിൽ ചാടിയാൽ ഫയുഗയ്യിറു തആഅത അല്ലാഹി ബിമഅസിയതിഹി, അവൻ അള്ളാഹുവിനുള്ള അനുസരണം അവൻ തിന്മയാക്കുകയാണെങ്കിൽ, അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം തിന്മ ചെയ്യുകയാണെങ്കിൽ, വശുക്റഹു ബികുഫ്രിഹി, നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, വഅസ്ബാബ റിളാഹു ബിഅസ്ബാബി സഖതിഹി, അള്ളാഹുവിന്റെ തൃപ്തി നേടേണ്ട കാരണങ്ങൾ മാറ്റി അള്ളാഹുവിന്റെ കോപം നേടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഫൈദാ ഗയ്യറ ഗുയ്യിറ അലൈഹി, അവൻ ഇതെല്ലാം ഈ തരത്തിൽ മാറ്റിയാൽ അവന്റെ മേലെയുള്ള നിഅമത്തുകൾ മാറ്റപ്പെടും. ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലമാണത്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു എന്ത് ചെയ്യില്ല, അടിമകളോട് ദുൽമ് ചെയ്യുന്നവനല്ല. അതുപോലെ തന്നെ മറ്റായത്തിലും കാണാം, സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റുകയില്ല അവരവരുടെ സ്വന്തത്തിലുള്ളത് മാറ്റിയാലല്ലാതെ. പല ആളുകളും, ദായിമാര് പോലും ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നിടത്ത് വലിയൊരു അബദ്ധം പറയാറുണ്ട്. അവർ പറയാറുള്ളത്, ഒരാൾ സ്വയം മാറാൻ തീരുമാനിച്ചാലേ അള്ളാഹു അവരെ മാറ്റുകയുള്ളൂ. അതല്ല, ഈ പറഞ്ഞ 2 ആയത്തുകളുടെ ഉദ്ദേശം അതല്ല. ഇവിടെ ഉദ്ദേശം, ഒരാൾ തിന്മയിൽ മുഴുകിയാൽ അള്ളാഹു അവന്റെ മേലുള്ള നിഅമത്തുകൾ മാറ്റുമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ബാഹ്യമായ അർത്ഥം കൊണ്ട് പല ആളുകളും, പല ദായിമാര് പോലും ഇതിന്റെ അർത്ഥം ഈ ഒരു രീതിയിൽ പറയുന്നത് കാണാം. പക്ഷെ ഈ ആയത്തിന്റെ തഫ്സീറോ അല്ലെങ്കിൽ അതിന്റെ ആശയമോ അവര് പറഞ്ഞ രീതിയിലല്ല. ഒരാൾ സ്വന്തത്തിൽ മാറിയാലേ അള്ളാഹു മാറ്റുള്ളൂ എന്നുള്ളതല്ല. ഇവിടെ ഉദ്ദേശം, സ്വന്തത്തിൽ ഒരാൾ തിന്മയിൽ മുഴുകിയാൽ അവന്റെ മേലെയുള്ള നിഅമത്തുകൾ അള്ളാഹു മാറ്റും എന്നാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ചുരുക്കത്തിൽ, നിഅമത്തുകൾ നീങ്ങിപ്പോകാൻ തിന്മകൾ കാരണമാകും. അതിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ ശിക്ഷകളും അതിന്റെ ബുദ്ധിമുട്ടുകളുമായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ഇതെല്ലാം കേൾക്കുന്ന ഒരാൾ, ചിന്തിക്കുന്ന ഒരാൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും അതൊഴിവാക്കാനും അവൻ തയ്യാറാകും. അടുത്തത് പറയുന്നു, അൽ മആസി സബബുൽ ഖൗഫി വർ-റുഅബ് ഫിൽ ഖൽബ്, ഖൽബിൽ എപ്പോഴും ഭയമുണ്ടാക്കുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ റുഅബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രത്യേകം നൽകിയ ഒരു കാര്യമാണ്. റുഅബ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്ന ഭയത്തിന് ആ റുഅബ് എന്ന് പറയും. അതായത് ആരെയെങ്കിലും കണ്ട്, മുഅ്മിനീങ്ങളെ കണ്ട്, മുസ്ലിമീങ്ങളെ കണ്ട് യുദ്ധത്തിന് നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഉള്ളിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്ന ഭയത്തിനാണ് റുഅബ് എന്ന് പേര് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം, മറ്റു നബിമാർക്ക് നൽകാതെ നബിക്ക് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത്. ആ ഒരു ഭയം തിന്മ ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലുണ്ടാവും. തിന്മ ചെയ്യുന്ന ആളുകളുടെ ഖൽബിൽ എപ്പോഴും ഒരു ഭയം നിറങ്ങും.
മാ യുൽഖീഹി അല്ലാഹു സുബ്ഹാനഹു മിനർ റുഅബി വൽ ഖൗഫി ഫീ ഖൽബിൽ ആസി ഫലാ തറാഹു ഇല്ലാ ഖായിഫൻ മർഊബൻ. അവൻ എപ്പോഴും ഭയപ്പെടുന്ന അവസ്ഥയായിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും തിന്മ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും. ആ തിന്മ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ ആ തിന്മയെ പറ്റി ആരെങ്കിലും ചോദിക്കുവോ, ഇത് ആളുകൾ അറിയുമോ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയും അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭയമായിരിക്കും. ഇബ്നുൽ ഖയ്യിം പറയാണ് ഫഇന്ന ത്വാഅത ഹിസ്നുല്ലാഹിൽ അഅ്ളം അല്ലദീ മൻ ദഖലഹു കാന മിനൽ ആമിനീൻ മിൻ ഉഖൂബത്തി ദുനിയ വൽ ആഖിറ. അല്ലാഹുവിനുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ അഥവാ തിന്മകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കോട്ട പോലെയാണ്. അതിനകത്തൊരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ഭയപ്പാടുകളിൽ നിന്ന് അവൻ സുരക്ഷിതനാണ്. വമൻ ഖറജ അൻഹു അഹാതത് ബിഹിൽ മഖായിഫു മിൻ കുല്ലി ജാനിബ്. അവൻ ആ കോട്ടയിൽ നിന്ന് പുറത്തു ചാടിയാലോ അവൻ എല്ലാ ഭാഗത്തു നിന്നും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടാവുക. ആ തിന്മ ചെയ്യുന്നിടത്തോളം കാലം അവൻ അങ്ങനെയായിരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഹറകത്തി റീഹുൽ ബാബ് قال جاء الطلب وإن سمع وقع قدم خاف أن يكون نذيرا بالعتب. അവന്റെ വാതിൽക്കൽ ഒരു കാറ്റടിച്ച് അതിന്റെ ശബ്ദം കേട്ടാൽ പോലും അവന് ഭയപ്പാടായിരിക്കും. ആരെങ്കിലും കാലടിപ്പാട് കേട്ടാൽ പോലും അവന് ഭയപ്പാടായിരിക്കും. തിന്മ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയായിരിക്കും. ഇത് എന്നെ പിടിക്കാനാണോ അല്ലെങ്കിൽ എന്നെ ഉന്നം വെച്ചിട്ടാണോ എന്നതൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വന്തം നിഴല് കണ്ടാൽ പോലും അവൻ പേടിച്ചു പോകും. സ്വന്തം നിഴല് വരെ അവൻ പേടിച്ചു പോകും. അപ്പൊ നമ്മൾ ആരും അറിയാതെ ഒരു തിന്മ ചെയ്യാന്ന് വിചാരിക്കുക. ആ തിന്മയുടെ അവസ്ഥയിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിന്റെ അകത്ത് ആരും അറിയാതെ തിന്മ ചെയ്യുമ്പോൾ ആ റൂമിന്റെ ജനലിൽ അടിക്കുന്ന കാറ്റിനെ പോലും നമ്മൾ ഭയപ്പെടും. അതാരെങ്കിലും ആണോ എന്ന നിലക്ക്. അല്ലെങ്കിൽ ആ ഇരുട്ടത്തോ അല്ലെങ്കിൽ വെളിച്ചത്തോ നമ്മുടെ നിഴല് കണ്ടാൽ പോലും നമ്മൾ ഭയപ്പെടും. ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്ന നിലക്ക്. അത്രയും ഭയം നിറയുന്ന അവസ്ഥയായിരിക്കും തിന്മകൾ ചെയ്യുന്ന ആൾക്ക്. കഴിഞ്ഞാലും അത് പുറത്തിറങ്ങിയാലും ആളുകൾ അറിയുമോ, ആളുകൾ കേൾക്കുമോ, അങ്ങനെ ആ പലതരത്തിലുള്ള പേടി. ആ ഒരു തിന്മ ചെയ്ത ആളോട് പോയിട്ട് ഇന്നാലും അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ അവൻ വല്ലാതെ ഭയപ്പെടും. എന്നാലൊരു ത്വാഅത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അല്ലാതെ ധിക്കരിക്കാത്ത ഒരാൾ വിചാരിക്കുക, അയാൾക്ക് വന്നിട്ട് അയാൾക്ക് എന്താ പേടിക്കേണ്ട ആവശ്യമുള്ളത്? അയാൾ തിന്മയിൽ ചെയ്തില്ല, അയാൾക്ക് ഒരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ തിന്മ ചെയ്താൽ ഖൽബിൽ എപ്പോഴും ഭയം നിറഞ്ഞ അവസ്ഥയായിരിക്കും. അടുത്തത് മആസി തുസദ്ദിഫുൽ ഖൽബ് അനിൽ ഇസ്തിഖാമ. ഇസ്തിഖാമത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. നേരെ ചൊവ്വേ ഖൽബ് നിലനിൽക്കുന്നതിൽ നിന്ന് തെറ്റിച്ചു കളയും. അതായത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് ദീനിൽ. കാരണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നേരെ ചൊവ്വേ നിലനിർത്തണേ എന്നുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കറാമത്താണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാല്, സലഫുകളുടെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ, സൽഫുസ്സാലിഹിങ്ങളുടെ സ്വഹാബികൾ, താബികൾ, തബിഅ് താബികൾ എടുത്തു നോക്കി കഴിഞ്ഞാല് താബികളിലും തബിഅ് താബികളിലും വളരെ അത്ഭുതകരമായ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. തീയിലിട്ടിട്ട് എഴുന്നേറ്റ് വന്ന ആളുകളുണ്ട്, വെള്ളത്തിന് മുകളിൽ നടന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേക മേഘം തണലിട്ട ആളുകളുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള കറാമത്തുകൾ, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സ്വഹാബികളിൽ താരതമ്യേന, താബികളിലും തബിഅ് താബികളിലും താരതമ്യേന സ്വഹാബികളിൽ കറാമത്തുകൾ കുറവാണ്. ഇതുപോലെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് പലരും ധരിച്ചു പോകും താബീങ്ങളാണ് കൂടുതൽ ഇങ്ങനെ അള്ളാഹുലേക്ക് അടുത്തവരെന്ന്. പക്ഷെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് അല്ല, ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. കാരണം സ്വഹാബികളിൽ ആരും പഴച്ചു പോയിട്ടില്ല പിന്നീട്. പക്ഷേ പിന്നീട് വന്ന താബീങ്ങളിൽ ഈ കറാമത്ത് ഉണ്ടായവരാണെങ്കിൽ പോലും പിന്നീട് പലരും തെറ്റായ വിശ്വാസത്തിലേക്കും മറ്റും രീതിയിൽ ദീനിൽ നിന്ന് പഴച്ചു പോയ ആളുകൾ ധാരാളം താബീങ്ങളിലും തബിഅ് താബികളിലും ഉണ്ടായിട്ടുണ്ട്. ദീനിൽ നേരെ ചൊവ്വേ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരാൾ പാപങ്ങളിൽ മുഴുകിയാൽ അവന്റെ ഖൽബ് ഈ നേരെ ചൊവ്വേ നിലനിൽക്കുന്നതിൽ നിന്ന് തെറ്റിപ്പോകും. ഇബ്നു ഖയ്യിം പറയുന്നു, വഖദ് അജ്മഅ അസ്സായിറൂന ഇലല്ലാഹി അന്നൽ ഖുലൂബ ലാ തുഅതാ മുനാഹാ ഹത്താ തസില ഇലാ മൗലാഹാ. അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നേറിയിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു, ഖൽബ് ഒരിക്കലും അതിന്റെ ലക്ഷ്യത്തിൽ, അതിന്റെ ഉദ്ദേശത്തിൽ എത്തിച്ചേരുകയില്ല അതിന്റെ മൗല അഥവാ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാതെ. വലാ തസിലു ഇലാ മൗലാഹാ ഹത്താ തകൂന സഹീഹതൻ സലീമതൻ. ഒരു ഖൽബ് സലീമാകാതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിന്മകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാതെ ഒരു ഖൽബ് ഒരിക്കലും മൗലയുടെ അടുക്കലെത്തൂല അഥവാ അള്ളാഹുവിന്റെ അടുക്കലെത്തൂല. വലാ തകൂനു സഹീഹതൻ സലീമതൻ ഹത്താ യൻഖലിബ ദാഉഹാ ഫയസീറ നഫ്സ ദവാഇഹാ. അതിന്റെ രോഗം മാറ്റാതെ, ഖൽബിനുള്ള രോഗം മാറ്റാതെ ഒരിക്കലും അത് സലീമാവുകയില്ല. വലാ യസിഹു ലഹാ ദാലിക ഇല്ലാ ബിമുഖാലിഫതി ഹവാഹാ.
ഒരു കൽബ് ഒരിക്കലും സലീമാവുകയില്ല, രോഗമില്ലാത്ത അവസ്ഥയാവുകയില്ല. എപ്പോൾ? അതിന്റെ ഹവക്ക്, കൽബിന്റെ ആ മനുഷ്യന്റെ നഫ്സിന്റെ ഹവക്ക് എതിരാകാതെ. ഫഹവാഹാ മറദുഹാ, കൽബിന്റെ രോഗം എന്ന് പറഞ്ഞാൽ അത് തോന്നിയ പോലെ ഇച്ഛക്ക് വിട്ടുകിടക്കുന്നതാണ്. വശിഫാഉഹാ മുഖാലിഫതു, അതിന്റെ ശിഫ എന്ന് പറഞ്ഞാൽ ആ നഫ്സിന്റെ ഇച്ഛക്ക് എതിരായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അത് രോഗം അതിന് സ്ഥിരപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒന്ന് ചത്തുപോകുന്ന അവസ്ഥയിലാണ് എത്തിച്ചേരുക എന്ന് പറയുകയാണ്. അപ്പൊ ആരാണോ സ്വന്തം നഫ്സിനെ ഹവക്കെതിരായി നിലനിർത്തുന്നത്, കാനത്തിൽ ജന്നത്തു മഅ്വ, അവനാണ് സ്വർഗമുള്ളത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. ഇച്ഛകളെ എതിർത്ത് നിൽക്കുകയല്ലാതെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവും നരകവുമായി പറഞ്ഞപ്പോൾ പറഞ്ഞ വിഷയം എന്താണ്? സ്വർഗത്തിനെ മൂടിയിട്ടുള്ളത് മനുഷ്യന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ്. നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത് ഹവകളെ കൊണ്ടാണ്, മനുഷ്യന് താല്പര്യമുള്ള കാര്യങ്ങളാണ്. അവ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ഹവകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പൊ മനുഷ്യന് ഈ ഹവകളെ പിടിച്ചു നിർത്തുക എന്നുള്ള വെറുപ്പുള്ള കാര്യമാണ്. അതാണ് സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ കയറണമെങ്കിൽ അതിനെ പിടിച്ചു നിർത്തണം. കുറഞ്ഞ കാലമാണ് ദുനിയാവിലുള്ളത്, ആ കാലം നമ്മൾ ഇത് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇബ്നു ഖയ്യിം പറയാണ്, فكذا يكون قلبه في هذه الدار في جنة عاجلة. അങ്ങനെ ഒരാൾ ഈ കൽബിനെ നന്നാക്കി കഴിഞ്ഞാൽ അവൻ ദുനിയാവിലുള്ള സ്വർഗത്തിലായിരിക്കും. لا يشبه نعيم أهلها نعيما البتة. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരാൾക്കും തന്നെ ഇതിനോട് സാദൃശ്യപ്പെടാൻ സാധിക്കില്ല. കൽബിന്റെ ഈ ഒരു അവസ്ഥയോട് സാദൃശ്യപ്പെടില്ല. ബലി തഫാവുത്തുല്ലദീ ബൈന അൻ-നഈമൈനി കതഫാവുത്തുല്ലദീ ബൈന നഈമി ദുനിയ വൽ ആഖിറ. ആ രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം, അഥവാ ഒരാളുടെ കൽബ് ഏറ്റവും നല്ല രീതിയിലാകുന്ന ഒരവസ്ഥ, മറ്റൊരാൾക്ക് ഒരുപാട് ദുനിയാവ് കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും അനുഗ്രഹം പോലെയാണ്. അത്ര വ്യത്യാസം ഉണ്ടാവും. വഹാദ അംറുൻ ലാ യസ്ദുഖു ബിഹി ഇല്ലാ മൻ ബാശറ ഖൽബുഹു ഹാദാ വഹാദാ. ഇത് രണ്ടും മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ആസ്വാദനം, കൽബിന്റെ ആസ്വാദനം അനുഭവിച്ച ആളുകൾക്കല്ലാതെ, ദുനിയാവിന്റെ ഒരു ആസ്വാദനം അനുഭവിച്ചു, എന്നിട്ട് കൽബിന്റെ ദീനിന്റെ ആസ്വാദനം അനുഭവിച്ചു, ഇത് രണ്ടും ആസ്വദിച്ച ആളുകൾക്ക് മാത്രമേ ഇത് രണ്ടിന്റെയും വ്യത്യാസം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ഏതായത്ത്? സൂറത്തുൽ ഇൻഫിതാറിലെ ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യം ചെയ്യുന്നവർ അനുഗ്രഹങ്ങളിലായിരിക്കും. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തെമ്മാടികൾ നരകത്തിലായിരിക്കും. ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചു പോകരുത്. മഖ്സൂറുൻ അലാ നഈമിൽ ആഖിറ വജഹീമിഹാ ഫഖത്ത്, പരലോകത്തെ അനുഗ്രഹവും പരലോകശിക്ഷയും മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശം നിങ്ങൾ വിചാരിക്കരുത്. ബൽ ഫീ ദൗരിഹിം തലാതതിഹും കദാലിക്, മൂന്ന് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, മൂന്ന് അവസ്ഥ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ദാറദ് ദുനിയ വദാറൽ ബർസഖ് വദാറൽ ഖറാർ. അതായത് പുണ്യം ചെയ്തവർ നന്മയിലും തിന്മ ചെയ്തവർ തീയിലുമായിരിക്കും, നരകത്തിലുമായിരിക്കും എന്നുള്ളത് ദുനിയാവിനും ബാധകാണ്, ബർസഖിയായ ഖബർ ജീവിതത്തിലും ബാധകാണ്, പരലോകത്തെ ജീവിതത്തിലും ബാധകമാണ്. ഫഹാഉലായി ഫീ നഈമിൻ വഹാഉലായി ഫീ ജഹീമിൻ. അല്ലാഹ് പുണ്യം ചെയ്യുന്നവർ അനുഗ്രഹങ്ങളിലായിരിക്കും, തിന്മ ചെയ്യുന്നവർ എപ്പോഴും നരകത്തീയ പോലെ കത്തുന്ന അവസ്ഥയിലായിരിക്കും. വഹലിൻ നഈമു ഇല്ലാ നഈമുൽ ഖൽബ്. ഇബ്നുൽ ഖയ്യിം ചോദിക്കുകയാണ്, ഖൽബിനുള്ള ഈ നിഅമത്തല്ലാതെ വേറെ എന്തെങ്കിലും നിഅമത്തുണ്ടോ? വഹലിൽ അദാബു ഇല്ലാ അദാബുൽ ഖൽബ്, ഖൽബിന്റെ ശിക്ഷയല്ലാതെ അതിനേക്കാൾ തീവ്രമായ ശിക്ഷയുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന്റെ വേദനയേക്കാൾ ഒരു മനുഷ്യന് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വേദനയായിരിക്കും ഖൽബിന്റെ. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരു ഉപമ പറയാറുണ്ട്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയി, അവന്റെ കാല് മുറിഞ്ഞുപോയി. ആ കാല് മുറിഞ്ഞു പോയതിന്റെ പേരിൽ ഒരാൾ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാന്ന് പറയാൻ അത് തയ്യാറാവില്ല. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമായിരിക്കും. എന്നാൽ അതേസമയം അവന് വളരെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവന് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അവന് അതിയായി ആഗ്രഹിച്ച്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ 2018 മറ്റു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ജീവിതകാലം മൊത്തം ആയുസ് മൊത്തം പണിയെടുത്ത് ഉണ്ടാക്കിയ വീട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചപ്പോൾ പലർക്കും സഹിക്കാൻ പറ്റാതെ, വേദന സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് വേറെ പലതും ആരോഗ്യം നഷ്ടപ്പെട്ടവർ എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുണ്ടാവും. കാരണം ശരീരത്തിന്റെ വേദനയേക്കാൾ സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വേദനയായിരിക്കും കൽബിന്റെ വേദന. കൽബിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തും. ശരീരത്തിന്റെ വേദന കൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല, പൊതുവെ ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ശരീരത്തിന്റെ ആസ്വാദനവും കൽബിന്റെ ആസ്വാദനവും.
ശരീരത്തിന് ലഭിക്കുന്ന ആസ്വാദനത്തിനേക്കാൾ വലുതാണ് ഖൽബിന് ലഭിക്കുന്ന ആസ്വാദനം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഖൽബിന്റെ നഈമിനേക്കാൾ വലിയ നിഅമത്തുണ്ടോ? ഖൽബിന് അനുഭവിക്കുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയുമുണ്ടോ? എന്നിട്ട് പറയാണ് വഅയ്യു അദാബിൻ അശദ്ദു മിനൽ ഖൗഫി വൽ ഹമ്മി വൽ ഹുസ്ൻ. എന്തൊരു ശിക്ഷയാണ് ഇതിനേക്കാൾ വലുതുള്ളത്? ഒരുത്തന്റെ ഖൽബ് എപ്പോഴും ടെൻഷനും ബേജാറും പോകുന്ന അവസ്ഥ, വളീഖ് സദ്ർ നെഞ്ച് ഇടുങ്ങിയ അവസ്ഥ, വഇറാദിഹി അനില്ലാഹി വദ്ദാരിൽ ആഖിറ പരലോകത്തെ തൊട്ടും അല്ലാഹുവിനെ കുറിച്ചും തിരിഞ്ഞു പോകുന്ന അവസ്ഥ, വതഅല്ലുഖിഹി ബിഗൈരില്ലാ അല്ലാഹു അല്ലാതെ മറ്റെന്തെങ്കിലും വ്യക്തികളോടോ വസ്തുക്കളോടോ ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, വഇൻഖിതാഇഹി അനില്ലാ അല്ലാഹുവിൽ നിന്ന് ബന്ധം മുറിഞ്ഞു കിടക്കുന്ന അവസ്ഥ, ബികുല്ലി വാദിൻ മിൻഹു ശഅബത്തുൻ അതിന്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ പോയി കിടക്കാന്ന് വിചാരിക്കുക. അതിനേക്കാൾ വലിയ ഞെരുക്കം എന്താ ഉള്ളത്? അവന് ദുനിയാവിൽ എത്ര വലിയ കൊട്ടാരുണ്ടെങ്കിലും എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ ഖൽബി അവസ്ഥയിലാണെങ്കിൽ അവൻ വളരെ ഞെരുക്കത്തിലായിരിക്കും. വകുല്ലു ശൈഇൻ തഅല്ലഖ ബിഹി വഅഹബ്ബഹു മിൻ ദൂനില്ലാഹ് ഫഇന്നഹു യസൂമുഹു സൂഅൽ അദാബ്. അല്ലാഹു അല്ലാതെ മറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഇഷ്ടപ്പെട്ട് ഖൽബ് തഅല്ലുഖായാൽ അതുകൊണ്ട് അവൻ ദുഃഖിക്കേണ്ടി വരും. ഫകുല്ലു മൻ അഹബ്ബ ശൈഅൻ ഗൈറല്ലാഹ് അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ഖൽബ് തഅല്ലുഖായി കഴിഞ്ഞാൽ, വ്യക്തികളോ വസ്തുക്കളോ എന്തോ ആവട്ടെ, തഅല്ലുഖായാൽ ഉദ്ദിബ ബിഹി 3 മർറാത്ത് ഫി ഹാദിഹി ദാർ ദുനിയാവിൽ തന്നെ അതുകൊണ്ട് 3 തവണ ശിക്ഷിക്കപ്പെടും. 3 തവണ ദുനിയാവിൽ ശിക്ഷിക്കപ്പെടും, അഥവാ അവന്റെ ഖൽബിനെ അനുഭവിക്കേണ്ടി വരും. ഫഹുവ യുഅദ്ദിബു ബിഹി ഖബ്ല ഹുസൂലിഹി ഹത്താ യഹ്സുല. അവനാ ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് കിട്ടുന്നത് വരെ അവന്റെ ഖൽബിൽ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും, വേദന അനുഭവിക്കേണ്ടി വരും. അതൊന്നാമത്തേത്. ഫഇദാ ഹസല ഉദ്ദിബ ബിഹി ഹാല ഹുസൂലിഹി ബിൽ ഖൗഫി മിൻ സൽബിഹി വഫവാതിഹി വതൻഗീൽ വതൻകീദി അലൈഹി. ഇനി അവനാ ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനം കിട്ടിയാലോ, കിട്ടാത്തപ്പോ കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമം അവൻ അനുഭവിക്കണം. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് പേടിയാവും, ഇത് വിട്ടുപോകുവോ, ഇതെന്റെ കയ്യിൽ നിന്ന് പോകുവോ, ഇനിയും കിട്ടണം എന്നുള്ള ആർത്തി ഉണ്ടാവും. അത് അവൻ സഹിക്കേണ്ടി വരും, അതും ഒരു ശിക്ഷയാണ്. മൂന്നാമത്തേത് വഇദാ സുലിബഹു ഇസ്തദ്ദ അലൈഹി അദാബുഹു. ഇനി അവൻ പിന്നെ അവനത് നഷ്ടപ്പെട്ടാലോ, എന്തായാലും ദുനിയാവിൽ ഒരു കാര്യം നമ്മുടെ ഒപ്പം സ്ഥിരം ഉണ്ടാവൂല, അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുന്ന സമയത്തോ അതിനേക്കാൾ വലിയ വേദനയും ഞെരുക്കവും അവന്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു അല്ലാതെ മറ്റെന്തിനെങ്കിലും നമ്മൾ ഖൽബിൽ തഅല്ലുഖ് ചെയ്തോ അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അത് യാതൊരു സംശയവുമില്ലാത്ത ഉറപ്പുള്ള കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ബർസഖിലും അതെ, ദുനിയാവിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. പരലോകത്തെ അവസ്ഥ നമുക്കറിയാം, ഖബറിലും അങ്ങനെ തന്നെയാണ്. ഖബറില് ഇതേ അവസ്ഥയിൽ നമ്മൾ ഞെരുക്കനുഭവിക്കേണ്ടി വരും, ഖബറിന്റെ ഞെരുക്കനുഭവിക്കേണ്ടി വരും. മറ്റുള്ള ഞെരുക്കങ്ങൾ അഥവാ തിന്മയിൽ മുഴുകുന്ന ആളുകൾ അവർക്ക് അതാണ് ഉണ്ടാവുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇതെല്ലാം അല്ലാതെ അള്ളാഹുമായിട്ടുള്ള നേരെ ചൊവ്വെ നിൽക്കാൻ സാധിച്ച ആളുകൾ ഫഅയ്ന ഹാദാ മിൻ നഈമിൻ മൻ യർഖുസു ഖൽബുഹു തറബൻ ഫർഹൻ വഉൻസൻ ബിറബ്ബിഹി. എന്താണ് മറ്റുള്ള ആളുകളുടെ അവസ്ഥ? അഥവാ അള്ളാഹുലേക്ക് അടുത്ത തിന്മകൾ ഒഴിവാക്കി അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്ത അവസ്ഥ, അവന്റെ ഖൽബ് ചില സമയത്ത് നൃത്തം വെക്കുന്ന അവസ്ഥയിലായിരിക്കും. അവന്റെ ഖൽബ് അത്രത്തോളം സന്തോഷത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോട് അടുത്തത് കൊണ്ട്. വഷ്തിയാഖൻ ഇലൈഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട്. വർത്തിയാഹൻ ബിഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ കണ്ടെത്തുന്ന റാഹത്തിൽ. വതുമനീനതൻ ബിദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന സമാധാനത്തിൽ. ഇങ്ങനെ ഒരാളുടെ അവസ്ഥയും ഈ നേരത്തെ പറഞ്ഞ എപ്പോഴും ശിക്ഷിക്കപ്പെട്ട് ഞെരുക്കം അനുഭവിക്കുന്ന ആളുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്നിട്ട് പറയാണ്, ഹത്താ യഖൂല ബഅദുഹും ഫി ഹാലി നസ്ഇഹി, ഈ അവസ്ഥയിൽ ചിലർ പറഞ്ഞു പോരും, വാ തറബാഹ്, എന്ത് വലിയ ആസ്വാദനമാണിത്. വയഖൂലുൽ ആഖർ, മറ്റു ചിലർ പറയും, ഇൻ കാന അഹ്ലുൽ ജന്നതി ഫീ മിസ്ലി ഹാദൽ ഹാൽ, അവർ അപ്പോൾ അള്ളാഹുവിനോട് അടുത്തിട്ട് അവർ അനുഭവിക്കുന്ന ഖൽബിൽ അനുഭവിക്കുന്ന സന്തോഷം കൊണ്ട് അവർ പറയും, ഈ അവസ്ഥയാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ ഇന്നഹും ലഫീ ഐശിൻ തയ്യിബ്, അത് വിശിഷ്ടമായ ഒരു ജീവിതം തന്നെയാണ്. അവൻ അപ്പം അനുഭവിക്കുന്ന അവസ്ഥയാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ അത് വളരെ വിശിഷ്ടമായ ഒരു ജീവിതമായിരിക്കും. യഖൂലുൽ ആഖർ, മറ്റു ചിലർ പറഞ്ഞു, മസാകീനു അഹ്ലുദ് ദുനിയ, ദുനിയാവിന്റെ മിസ്കീനുകൾ, ദുനിയാവിലെ മിസ്കീനുകൾ, ഖറജു മിൻഹാ വമാ ദാഖു ലദീദൽ ഐശി ഫീഹാ, അവർ ദുനിയാവ് വിട്ടുപോയി, പക്ഷെ ദുനിയാവിൽ ഏറ്റവും ലദ്ദത്തുള്ള ആസ്വാദനമുള്ള ജീവിതം അവർക്ക് ലഭിച്ചില്ല. വമാ ദാഖു അത്യബ മാ ഫീഹാ, അതിൽ ഏറ്റവും വിശിഷ്ടമായത് അവർ ആസ്വദിച്ചില്ല. കാരണം എന്താണ്? അവർ അല്ലാഹുവിനെ അറിഞ്ഞില്ല. വയഖൂലുൽ ആഖർ, മറ്റു ചിലർ പറഞ്ഞു, ലൗ അലിമൽ മുലൂക് വഅബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, രാജാക്കന്മാരും രാജപുത്രന്മാരും മുഅ്മിനീങ്ങളായിട്ടുള്ള നമ്മൾ ഏതൊരവസ്ഥയിലാണ് നമ്മുടെ ഖൽബ് എന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവരത് നേടിയെടുക്കാൻ വാളുമായി യുദ്ധം ചെയ്ത് വരുമായിരുന്നു എന്ന് പറയാൻ. നമ്മൾ ആലോചിച്ചു നോക്കി,
ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ട് കുറഞ്ഞ വില കൊടുത്ത് അവൻ ഇത്രയും വില പിടിച്ച് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുടെ അവസ്ഥ എന്താണ്? അതിനേക്കാൾ വഞ്ചിക്കപ്പെട്ടവൻ ആരാണുള്ളത്? എന്നിട്ട് പറയാണ് എന്തൊരു അത്ഭുതമാണ്! നിന്റെ കയ്യിലുള്ള ചരക്ക് വാങ്ങാനുള്ളത് അള്ളാഹുവാണ്. അതിന് അള്ളാഹു വിലയിട്ടിട്ടുള്ളത് അഭയസ്ഥാനമായിട്ടുള്ള സ്വർഗമാണ്. ഇത് നമ്മുടെ ഇടയിൽ കച്ചവടം നടത്തുന്നത് റസൂലാണ്. ഇത് നഷ്ടപ്പെടുത്തുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ വലിയ നഷ്ടത്തിലാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കച്ചവടം അള്ളാഹുമായിട്ടുള്ള കച്ചവടം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ നഷ്ടത്തിലാണ്. അപ്പോൾ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ്. അൽ മആസി, അടുത്തത് അൽ മആസി തുഅമി ബസീറത്തുൽ ഖൽബ്, ഖൽബിന്റെ ബസീറത്തിനെ എടുത്തു കളയും. ഖൽബിന്റെ ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച ഖൽബിനുണ്ട്. മനുഷ്യന് രണ്ട് തരത്തിലുള്ള കാഴ്ചയാണ്. ഒന്ന് കണ്ണുകൊണ്ട് ബാഹ്യമായി കാണുന്ന കാഴ്ച, രണ്ട് ഖൽബ് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന ഉൾക്കാഴ്ച. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇൽമിന്റെയും ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബസീറത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ബസീറത്ത് നഷ്ടപ്പെടും. ചില ആളുകൾ ഇപ്പോ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ചില ആളുകൾക്ക് ഖുർആനിൽ ഒരായത്ത്, ആ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ 10 മസ്അല അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റു ചില ആളുകൾക്ക് 3 മസ്അല എന്ന് കിട്ടുള്ളൂ, 3 ഹുക്മ എന്ന് കിട്ടുള്ളൂ. അവൻ പാരായണം ചെയ്താൽ ഒരേ ഖുർആനായിരിക്കും, ഒരേ ആയത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകമായിട്ട് കിതാബാവട്ടെ. ഒരാൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് അവന് ലഭിക്കുന്ന ഫായിദ മറ്റൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് ലഭിച്ചോളന്നില്ല. അത് ഇവന്റെ തഖ്വയും ബസീറത്തും കൊണ്ട് ലഭിക്കുന്നതാണ്. മറ്റൊരാൾ പാപം ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ അതിൽ നിന്ന് അത് ലഭിക്കില്ല. അപ്പൊ ആ ബസീറത്ത് നഷ്ടപ്പെടും. ബസീറത്ത് നഷ്ടപ്പെട്ട് അവിടെ ദുൽമ നിറയുന്ന അവസ്ഥയുണ്ടാവും. ആ ഇരുട്ട് പിന്നീട് ശക്തിപ്പെടും. അത് ഖൽബിൽ നിന്ന് ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് തെളിയും. ഖൽബ് കറുത്തിരുണ്ടു പോകും. അത് കൂടുന്നത് അതിന്റെ അവസ്ഥ അനുസരിച്ച്. ഇനി മരണസമയത്ത് അത് അവന്റെ മുഖത്ത് പ്രകടമാവും, ശരീരത്തിൽ പ്രകടമാവും. അത് ബർസഖിലും അതുപോലെയായിരിക്കും. അവന്റെ ഖബർ കൂരിട്ട് നിറഞ്ഞ അവസ്ഥയാവും. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖബർ കാണിച്ച് പറഞ്ഞതുപോലെ, ഇന്ന ഹാദിഹിൽ ഖുബൂറ മുംതരിഅത്തുൻ അലാ അഹ്ലിഹാ ദുൽമതൻ, ഈ ഖബർ അതിന്റെ ആളിന്റെ മേലെ ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. വഇന്നല്ലാഹ മുനവ്വിറുഹാ ബിസലാത്തി അലൈഹിം, ഞാൻ അവരുടെ മേലെ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു അവിടെ പ്രകാശം നിറച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അഥവാ തിന്മ ചെയ്താൽ നമ്മുടെ ഖബറുകൾ ഇരുട്ട് നിറഞ്ഞ, ഭയപ്പാട് നിറഞ്ഞ അവസ്ഥയിൽ ആയിത്തീരും. അടുത്തത് പറയുന്നത് അൽ മആസി സബബുൻ ഫീ അസ്രി ശൈത്വാനി വസിജ്നി ശഹവാത്ത്, തിന്മകൾ ഒരുത്തനെ പിശാചിന്റെ അടിമയാക്കി മാറ്റും. പിശാചിന്റെ അടിമ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ബന്ധിതനാക്കി മാറ്റും. വസിജ്നി ശഹവാത്ത്, ശഹവത്തുകളുടെ ജയിലിൽ അവനെ അടച്ചിടുന്ന, അതിന്റെ തടവറയിൽ അവൻ അടഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകും. അതാണ് തിന്മകൾ ചെയ്താലുള്ള മറ്റൊരു ഫലം പറയുന്നത്. അതായത് ഒരാൾ തിന്മ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അതിൽ മുഴുകും തോറും അവൻ അതിൽ ബന്ധിതനായിരിക്കും. പിന്നീട് അതിൽ നിന്ന് അവന് പുറത്തിറക്കാൻ സാധിക്കില്ല. അവന്റെ ഉള്ളിൽ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയും ആ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ തേടിയിട്ടുള്ള പോക്കുമായിരിക്കും. അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ അവൻ അതിൽ തടവറയിലായിരിക്കും. എന്നിട്ട് പറയാണ് വലാ സിജ്ന അദീഖു മിൻ സിജ്നിൽ ഹവ, ഈ ഹവയുടെ ബന്ധിതന ജയിലിലായതിനേക്കാൾ ഞെരുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടാവില്ല. വലാ ഖൈദ അസ്അബു മിൻ ഖൈദി ശഹവ, ശഹവത്തിന്റെ കെണിയിൽ പെട്ടതിനേക്കാൾ വലിയൊരു കെണി ഉണ്ടാവില്ല. ഫകൈഫ യസീറു ഇലല്ലാഹി വദ്ദാരില്ലാഹി ഖൽബുൻ മഅസൂറുൻ മസ്ജൂനുൻ മുഖയ്യദുൻ, ഇങ്ങനെ തടവിലാക്കപ്പെട്ട ഒരു ഖൽബ് എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മുന്നിടുക, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നിടുക. വകൈഫ യഖ്തു ഖുത്വതൻ വാഹിദ, ഒരു കാലടി എങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ല. അവൻ ഈ ശഹവത്തുകളുടെയും ഈ തിന്മകളെയും ഉള്ളിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയായിരിക്കും. എന്നിട്ട് പറയാണ് വമസലുൽ ഖൽബി മസലു ത്വാഇർ, ഖൽബിന്റെ ഉപമ എന്ന് പറഞ്ഞ ഒരു പക്ഷിയെ പോലെയാണ്. കുല്ലമാ അലാ ബഅദ മിനൽ ആഫാത്ത്, എത്രത്തോളം അത് ഉയർന്നു പറക്കുന്നുവോ അത്രത്തോളം ഭൂമിയിൽ അതിനാരെങ്കിലും വേട്ടയാടാനോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. വകുല്ലമാ നസല ഇസ്തൗഹശതുൽ ആഫാത്ത്,
എത്രത്തോളം ഈ താഴേക്ക് വേട്ടക്കാരുടെ അടുത്തേക്ക് അടുക്കുന്നുവോ അത്രത്തോളം അതിന് അപകടം പറ്റും. അതായത് ഖൽബ് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം രക്ഷപ്പെടും. വഫിൽ ഹദീസിൽ വന്നിട്ടുണ്ട് അശ്ശൈത്താനു ദിബ്ബുൽ ഇൻസാൻ, പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചെന്നായയാണ്, മനുഷ്യനെ പിടികൂടാൻ നിൽക്കുന്ന ചെന്നായയാണ് എന്നിട്ട് പറയാണ് വകമാ അന്നശ്ശാത അല്ലതി ലാ ഹാഫിള ലഹാ വഹിയ ബൈന ദിആബി സരീഅത്തുൽ അതബ്. ഒരാട്, ആ ആടിനെ സംരക്ഷിക്കാനോ നോക്കാനോ ആരുമില്ല, അത് ചെന്നായ്ക്കളുടെ നടുവിലാണെങ്കിൽ എന്താണ്ടാവുക? അതിനെ പെട്ടെന്ന് പിടികൂടും. ഫകദൽ അബ്ദു ഇദാ ലം യകുൻ അലൈഹി ഹാഫിളുൻ മിനല്ലാഹ് ഫദിബുഹു മുഫ്തരിസത്തുൻ വലാ ബുദ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ, അവന് അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണമില്ല എങ്കിൽ അവനെ ഈ ചെന്നായി പിടിക്കും, അഥവാ ശൈത്താൻ പിടിക്കും. വഇന്നമാ യകൂനു അലൈഹി ഹാഫിളുൻ മിനല്ലാഹി ബിത്തഖ്വ. അള്ളാഹുവിൽ നിന്ന് അവനുള്ള സംരക്ഷണം എങ്ങനെ ലഭിക്കുക? തഖ്വ കൊണ്ട് മാത്രമാണ്, അഥവാ തിന്മകൾ ഒഴിവാക്കുന്ന കൊണ്ട് മാത്രമാണ്. ഫഹിയ മിഖായത്തുൻ മിനല്ലാഹി വജുന്നത്തുൻ ഹസീനത്തുൻ ബൈനഹു വബൈന ദിബ്ബിഹി. അത് അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണമാണ്, അവന്റെയും ചെന്നായുടെയും ഇടയിൽ ലഭിക്കുന്ന ഒരു കോട്ടയാണ്. കമാഹിയ വിഖായത്തുൻ ബൈനഹു വബൈന ഉഖൂബത്തി ദുനിയ വൽ ആഖിറ. ഏതുപോലെ പരലോകത്തെയും ദുനിയാവിലെയും ശിക്ഷയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത് പോലെ. വകുല്ലമാ കാനത്ത് അശ്ശാതു അഖറബ മിനർ റാഇ കാനത്ത് അസ്ലമ മിനദ് ദിബ്. എപ്പോഴെല്ലാം ഒരാട് ആ ആടിനെ മേയ്ക്കുന്ന ആളിനോട് എത്രത്തോളം അടുത്തിട്ടാണോ അത്രത്തോളം അവൻ സുരക്ഷിതനായിരിക്കും, ചെന്നായിൽ നിന്ന് സുരക്ഷിതനായിരിക്കും. വകുല്ലമാ ബഅദത് അനിർ റാഇ കാനത്ത് അഖറബ ഇലൽ ഹലാക്. എത്രത്തോളം ആട്ടിടയനിൽ നിന്ന് അകന്നു പോകുന്നുവോ അത്രത്തോളം അവന് നാശം സംഭവിക്കുകയും ചെയ്യും. ഫഹ്മാ തകൂനു അശ്ശാതു ഇദാ ഖറബത് മിനർ റാഇ വഇന്നമാ യഖുദു അദ്ദിബ്ഉൽ ഖാസിയ മിനൽ ഗനം വഹിയ അബ്അദ മിനർ റാഇ. അപ്പോ ആ ആട്ടിടയിൽ നിന്ന് വിദൂരത്താകുന്നതിനെയാണ് പെട്ടെന്ന് പിടികൂടുക. ഇത് നമ്മൾ ആലോചിക്കേണ്ട എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്രത്തോളമാണോ ഒരടിമ അടുക്കുന്നത് അത്രത്തോളം അവൻ സുരക്ഷിതനാണ്, നമ്മളെ പിടിക്കാൻ നിൽക്കുന്ന ചെന്നായായിട്ടുള്ള ശൈത്താനിൽ നിന്ന്. തിന്മകൾ ചെയ്യും തോറും നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. ആ അകലും തോറും പിശാചിന് നമ്മെ പിടികൂടാൻ എളുപ്പമായിരിക്കും. നമ്മൾ പിന്നെ എവിടെ പോയിട്ടാ ചാടുക എന്ന് പറയാൻ പറ്റൂല, ഏത് തിന്മയിൽ പോയിട്ടാ നശിക്കുക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് മാത്രമാണ് തിന്മകളിൽ പോയി വീഴാതിരിക്കാനുള്ള, രക്ഷ നേടാനുള്ള നമുക്ക് മാർഗമായിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു പറയാണ് വൽ ബുഅദു മിനല്ലാഹി മറാത്തിബ്. അള്ളാഹുവിൽ നിന്ന് അകലുക എന്നുള്ളത് പല മർത്തബകളിലാണ്, പല ലെവലിൽ ആളുകൾ അള്ളാഹുവിൽ നിന്ന് അകലും. ബഅദുഹാ അശദ്ദു മിൻ ബഅദ്. ചിലത് മറ്റേ ചിലതിനേക്കാൾ കഠിനമായ അകൽച്ചയായിരിക്കും, ചിലത് ചെറിയ അകൽച്ചയായിരിക്കും, ചിലത് വളരെ വലിയ അകൽച്ചയായിരിക്കും. ഫൽ ഗഫ്ലതു തുബ്ഇദുൽ ഖൽബ അനില്ലാഹ്. അശ്രദ്ധമായിട്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തയില്ല, ഞാൻ എന്തെങ്കിലും കർമ്മം ചെയ്യണമെന്ന ബോധമില്ല, അങ്ങനെ അശ്രദ്ധമായി പോവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് അകലും. വബുഅദുൽ മഅസിയതി അഅളമു മിൻ ബുഅദിൽ ഗഫ്ല. അശ്രദ്ധയിൽ നിന്ന് ലഭിക്കുന്ന അകൽച്ചയേക്കാൾ വലിയ അകൽച്ചയാണ് തിന്മ ചെയ്യുമ്പോൾ അവൻ അകലുക എന്നുള്ളത്. ഒരാൾ ഗഫലത്തിലാകുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നുണ്ടാവും, അള്ളാഹിന്റെ ദിക്റൊന്നുമില്ല, എന്തൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ വലിയ ശ്രദ്ധ ഒന്നുമില്ല, അതൊരു അകൽച്ച ഉണ്ടാക്കും. എന്നാൽ തിന്മ ചെയ്താൽ അതിനേക്കാൾ അകൽച്ചയിലായിരിക്കും. വബുഅദുൽ ബിദ്അതി അഅളമു മിൻ ബുഅദിൽ മഅസിയ. ഈ ബിദ്അത്ത് ചെയ്താൽ പാപം ചെയ്യുന്നതിനേക്കാൾ അകൽച്ചയിലായിരിക്കും. നമുക്കറിയാം, ശൈത്താന് ഒരാൾ പാപം ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം അവൻ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം പാപത്തിൽ നിന്ന് അവനൊരു തെറ്റാണെന്നുള്ള ബോധം വന്ന് തൗബ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ബിദ്അത്ത് അവന് ചെയ്യുന്ന എന്ത് അടിസ്ഥാനത്തിലായിരിക്കും? അവൻ നല്ലതാണെന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അത് പാപങ്ങളെക്കാൾ അള്ളാഹുവിൽ നിന്ന് അകറ്റും. വബുഅദുൻ നിഫാഖ് വശിർക്ക് അഅളമു മിൻ ദാലിക കുല്ലി. ഇനി നിഫാഖിന്റെ, കപടതയുടെ, അതുപോലെ ഷിർക്കിന്റെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് കൊണ്ടുള്ള അകൽച്ചയാണെങ്കിലോ അത് എല്ലാത്തിൽ നിന്നും വിദൂരമായിട്ടുള്ള അകൽച്ചയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഈ പാപങ്ങൾ കാരണം ഉണ്ടാകും. അങ്ങനെ പിശാചിന്റെ ബന്ദിയായി മാറും, ശഹ്വത്തുകളുടെ ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന അവസ്ഥയായിരിക്കും പിന്നീട് ഉണ്ടാവുക. അടുത്തത് അൽ മആസി സബബുൻ ഫീ സുഖൂതിൽ ജാഹി വൽ മൻസിലതി ഇൻദല്ലാഹി വ ഇൻദ ഖൽഖിഹി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയം തന്നെയാണ്. ഒരാളുടെ പ്രതാപവും ഒരാളുടെ സ്ഥാനവും അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കലും സൃഷ്ടികളുടെ അടുക്കലും വീണുപോകും. നമ്മളെ കുറിച്ച് പിന്നെ നല്ലത് പറയാനുണ്ടാവില്ല, നമ്മളെ കുറിച്ച് മോശമേ ആളുകൾക്ക് പറയാനുണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ നിന്ദ്യത വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നല്ല സ്ഥാനവും നല്ല പേരുമുള്ള ആളുകളായിട്ട് നബിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് സ്വാദിൽ കാണാം,
വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ് ഉലിൽ ഐദി വൽ അബ്സാർ ഇന്നാ ഖലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. ഈ നബിമാരെ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരെയൊക്കെ, യാക്കൂബ് എന്നിവരെയൊക്കെ നല്ല പേരിൽ ഈ ദുനിയാവിൽ തന്നെ നല്ലൊരു സ്ഥാനവും പേരുമുള്ള ആളുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ശുഅറായിൽ വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഇബ്രാഹിം നബി പറഞ്ഞതാണ്, എന്നെ കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥ എനിക്ക് ശേഷമുള്ള ആളുകൾ ഉണ്ടാക്കണമേ. അതുപോലെ വഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജ്അൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, ആ നബിമാരുടെ മക്കളെ അല്ലെങ്കിൽ അവരെ എല്ലാം നല്ലത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിൽ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന, അവന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറഞ്ഞ എന്താണ്? വറഫഅനാ ലക ദിക്റക, നിന്റെ പേര്, നിന്റെ സ്ഥാനം അത് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ തിന്മയിൽ മുഴുകുന്നവർക്ക് നിന്ദയായിരിക്കും. ഇത് പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് ഫഅത്ബാഉർ റസൂലി ലഹും നസീബും മിൻ ദാലിക് ബിഹസ്ബി മീറാഥിഹിം മിൻ തഅഅതിഹിം വമുതാബഅതിഹിം. ഈ നബിമാരെ പിൻപറ്റുന്ന ആളുകൾ അവരെത്രത്തോളം പിൻപറ്റുന്നുവോ, എത്രത്തോളം മാതൃകയാക്കുന്നുവോ, അതുപോലെ തന്നെ ഈ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകും. വകുല്ലു മൻ ഖാലഫഹും, ആരെല്ലാമാണോ ഈ നബിമാരോട് എതിരാകുന്നത്, ഫാതഹു മിൻ ദാലിക ബിഹസ്ബി മുഖാലിഫതിഹിം വമഅസിയതിഹിം, നബിമാരോട് എതിരാകുന്നതിന്റെയും അനുസരണക്കേട് കാണിക്കുന്നതിനും അളവനുസരിച്ച് അവൻ ആ നിന്ദ്യമായ പേരിലായിരിക്കും ഉണ്ടാവുക. തിന്മകൾ ഈ ഒരു അവസ്ഥയുണ്ടാക്കും. المعاصي تسلب صاحبها أسماء المدح وتكسوه أسماء الذم. തിന്മ ചെയ്യുന്നവൻ അവന് മദ്ഹിന്റെ, ഒരാൾ പ്രശസ്തി ചെയ്യുന്ന നല്ല രീതിയിൽ പറയുന്ന പേരുകളിൽ നിന്ന് ഒഴിവായി മ്ലേച്ഛമായ പേരുകൾ അവന്റെ മേലെ ഉണ്ടാകും. തിന്മയിൽ മുഴുകുന്ന ഒരാൾക്ക് നല്ല പേരുകളിൽ നിന്ന് ഒഴിവായി മ്ലേച്ഛമായ പേരുകളായിരിക്കും പിന്നീട് അവനുണ്ടാവുക. കാരണം നന്മ ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ടാകുന്ന പേരുകൾ എന്താണ്? ശ്രേഷ്ഠമായ ഷറഫ് നിറഞ്ഞ പേരുകളാണ്. ഇബ്നു ഖയ്യിം പറയാണ് ഫതസ്ലുബുഹു, അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം പേരുകളാ പറയാ? ഇസ്മൽ മുഅ്മിൻ, മുഅ്മിനാണെന്ന് പറയും. അൽ ബിർ, പുണ്യം ചെയ്യുന്നവനാണെന്ന് പറയും. മുഹ്സിൻ, ഇഹ്സാൻ ചെയ്യുന്നവനാണെന്ന് പറയും. അൽ മുത്തഖി, തഖ്വയുള്ളവനാണെന്ന് പറയും. വൽ മുതീഅ്, അല്ലാഹുവിനെ അനുസരിക്കുന്നവനാണെന്ന് പറയും. വൽ മുനീബ്, അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുക്കുന്നവനാണെന്ന് പറയും. വൽ വലി, അല്ലാഹുവിന്റെ വലിയാണെന്ന് പറയും. വൽ വറ, ദുനിയാവിനോട് വിരക്തിയുള്ളവനാണെന്ന് പറയും. വസ്സാലിഹ്, സ്വാലിഹായ വ്യക്തിയാണെന്ന് പറയും. വൽ ആബിദ്, ആബിദാണെന്ന് പറയും. ഖായിഫ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെന്ന് പറയും. അവ്വാബ്, അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണെന്ന് പറയും. വത്തയ്യിബ്, പരിശുദ്ധ വിശിഷ്ടനാണ് എന്ന് പറയും. വൽ മർദി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരുത്തനാണെന്ന് പറയും. ഇങ്ങനെയുള്ള നല്ല പേരുകളാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് ഉണ്ടാവുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് തക്സൂഹു ഇസ്മ, എങ്ങനത്തെ പേരുകൾ ഉണ്ടാവുക? ഫാജിർ, തെമ്മാടിയാണ്. അൽ ആസി, അനുസരണക്കേട്, ധിക്കരിക്കുന്നവനാണ്. അൽ മുഖാലിഫ്, അള്ളാഹുവിനും റസൂലിനും എതിരായവനാണ്. വൽ മുസീ, തിന്മ ചെയ്യുന്നവനാണ്. വൽ മുഫ്സിദ്, കുഴപ്പമുണ്ടാക്കുന്നവനാണ്. വൽ ഖബീസ്, മ്ലേച്ഛമായവനാണ്. വസ്സഖൂത്ത്, വെറുപ്പ്, അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയവനാണ്. അസ്സാനി, വ്യഭിചാരിയാണ്. അസ്സാരിഖ്, കള്ളനാണ്. അൽ ഖാതിൽ, കൊലപാതകിയാണ്. അൽ കാദിബ്, കളവ് പറയുന്നവനാണ്. വൽ ഖായിൻ, വഞ്ചകനാണ്. വൽ ലൂത്തി, സ്വർഗ്ഗരതിക്കാരനാണ്. വഖാതിർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവനാണ്. വൽ ഗാദിർ, ചതിയും വഞ്ചനയും ഉള്ള ആളുകളാണ് എന്ന പേരുകളിലായിരിക്കും അവൻ അറിയപ്പെടുക. അഥവാ തെമ്മാടിത്തരങ്ങൾ മുഴുകി അള്ളാഹുവിനെ അനുസരിക്കാതിരുന്നാൽ ആ പേരുകൾ അറിയപ്പെടും. ഇതേ പേരുകൾ പോലെയായിരിക്കും നാളെ പരലോകത്ത് അവനുണ്ടാവുക. നാളെ പരലോകത്ത് അവന് വിളിക്കപ്പെടുന്ന ഏറ്റവും നല്ല പേരുകളിലാണ് അവിടെ അറിയപ്പെടുക. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗപ്രവേശനത്തിലും അതുപോലെയുള്ള സ്ഥാനങ്ങളിലും ഉണ്ടാകും. പരലോകത്ത് വിളിക്കപ്പെടുന്ന പേരും സ്ഥാനവുമെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയും തിന്മകളിൽ മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ പേരും അവൻ അറിയപ്പെടുന്ന തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാം, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കള്ളുടി ചേർക്കുന്ന ഒരാളെ നമ്മൾ എന്ത് പേരിലാ പറയാ? തെമ്മാടിത്തരം ചെയ്യുന്ന ഒരാൾ എന്ത് പേരിലാ പറയാ? അല്ലെങ്കിൽ നല്ലൊരു സ്വാലിഹായ ആളെ പറയുമ്പോൾ നമ്മൾ എന്ത് പേരിലാ പറയാ? അവന് കൊടുക്കുന്ന വിശേഷണം എന്തായിരിക്കും? നല്ല വിശേഷണങ്ങളായിരിക്കും. അപ്പൊ ഇത്രയും നിന്ദ്യത ദുനിയാവിലും ഉണ്ടാകുന്ന അവസ്ഥയോ തിന്മകൾ കൊണ്ട് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസത്തിൽ വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.